ഗുഡ് ഈവനിങ് എവരിബഡി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേവലം കേരളത്തിൽ നിന്ന് മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആകർഷിച്ചെടുക്കാൻ വേണ്ടതെല്ലാം ലോ ഓഫ് അട്രാക്ഷന്റെ വളരെ മനോഹരമായ ഒരു സെഷനിലേക്കാണ് നാം പ്രവേശിക്കുവാൻ പോകുന്നത്. എല്ലാവരും വളരെ താല്പര്യപൂർവ്വമാണ് ഈ സൂം സെഷനിൽ എത്തിയിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ അഡ്വക്കേറ്റ് എൽദോ ഹാപ്പി പാർക്കിന്റെ കൂടെ കഴിഞ്ഞ 1000 ദിവസങ്ങൾക്കപ്പുറത്ത് ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ മാറിമറിച്ചുകൊണ്ട് ജീവിതം മാറുന്ന ഒരു പ്രക്രിയയാണ് ഈ ഹാപ്പി പാർക്കിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ ലോ ഓഫ് അട്രാക്ഷന്റെ മനോഹരമായ ഒരു ക്ലാസ്സുമായി അമൂല്യമായ അറിവും തിരിച്ചറിവും വെളിച്ചവും ജീവിത വിജയവും നമുക്ക് നൽകുവാനായി ആകർഷിച്ചെടുക്കാം വേണ്ടതെല്ലാം എന്ന സബ്ജക്റ്റുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഹാപ്പി പാർക്കിന്റെ മെന്റർ, ഇന്റർനാഷണൽ ട്രെയിനർ, ഓഥർ, മൈൻഡ് സെറ്റ് കോച്ച് ടി.കെ. കരീം സാർ. ടി.കെ. കരീം സാറിനെ ഏറ്റ ആദരവോടുകൂടി, എഴുത്തുകാരനാണ് അദ്ദേഹം, ഇന്റർനാഷണൽ ട്രെയിനറാണ്, മൈൻഡ് സെറ്റ് കോച്ചാണ്, ഹാപ്പി പാർക്കിന്റെ മെന്ററാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ലീഡറായിട്ടുള്ള ടി.കെ. കരീം സാറിനെ ഈ സെഷനിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്ലീസ് സാർ. ഓക്കെ, താങ്ക് യു എൽദോ സാർ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൽദോ സാറിന്റെ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും കാണാം, കേൾക്കാം എന്ന് കരുതുന്നു. കേൾക്കാമോ, കാണാമോ? പ്ലീസ് റെസ്പോണ്ട്, സംസാരിക്കാം. കേൾക്കാം. കാണാം, കേൾക്കാം, കാണാം. താങ്ക് യു സാർ, താങ്ക് യു. വെരി ഗുഡ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, അപ്പോഴേ കാണാൻ പറ്റൂ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. അനാവശ്യമായിട്ട് മൈക്കോൺ ആക്കുന്നത് എല്ലാവരും ഒന്ന് ഒഴിവാക്കണം. ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യാം, അപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ശരി, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ കഴിഞ്ഞ സെഷനിൽ പങ്കെടുക്കാതെ ആദ്യമായിട്ട് വരുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരൊന്ന് ടൈപ്പ് ചെയ്തേ. ആദ്യമായിട്ട് ഇന്നത്തെ സെഷൻ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ടൈപ്പ് യെസ് അടിച്ചാൽ മതി. യെസ്. ആദ്യമായിട്ട് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകൾ. യെസ്, കുറേ ആളുകളുണ്ട് അല്ലെ? പ്ലീസ് ടൈപ്പ്. എത്രത്തോളം ആളുകൾ ആദ്യമായി എന്റെ ഈ സെഷനിൽ പങ്കെടുക്കാൻ വരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനു മുമ്പ് അവർ പങ്കെടുത്തിട്ടേ ഇല്ല. ശരി, ഇത്രയും ആളുകൾ ആദ്യമായിട്ടാണ് ഹാപ്പി പാർക്കിനെ കുറിച്ച് അറിയുന്നത്, അതേപോലെ തന്നെ ഇങ്ങനെ സംഭവത്തെ കുറിച്ച് അവർ കേൾക്കുന്നത്. സോ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. കുറേ ആളുകൾ ആദ്യമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ആകർഷണ നിയമം എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആകർഷണ നിയമം എന്ന് പറയുന്നത് ഇത് ട്രെയിനേഴ്സ് ഒക്കെ പറയുന്ന ഒരു മനോഹരമായ നടക്കാത്ത സ്വപ്നമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് അങ്ങനെയൊന്നും നടക്കില്ല, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അങ്ങ് ആകർഷിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ആകർഷണ നിയമത്തെ കുറിച്ച് ആധികാരികമായിട്ട് നന്നായിട്ട് ആഴത്തിൽ അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. ഇനിയുള്ള കാലത്ത് ആകർഷണ നിയമത്തെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആകർഷണ നിയമത്തെക്കുറിച്ച് ആധികാരികമായി അറിയുന്ന ഒരാളും
ആകർഷണ നിയമത്തെ കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലാത്ത ഒരാളും ഇനി വരാൻ പോകുന്ന ലോകത്ത് 2 ലോകങ്ങളിലായിരിക്കും ജീവിക്കുക. ഒരു സംശയമില്ല, 2 ലോകങ്ങളിലായിരിക്കും അവർ ജീവിക്കുക. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. നമ്മൾ പറഞ്ഞു ആകർഷണ നിയമം എന്നത് കേവലം ഒരു ഫ്യൂഡൽ സയൻസ് അല്ല, അതൊരു ഒരു ഒരു ഏതെങ്കിലും രൂപത്തിൽ ഒരു ഭംഗി വാക്കോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു മതവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഈ ആകർഷണ നിയമത്തെ കുറിച്ച് പറയാത്ത ഒരു മതവുമില്ല. ലോകത്തുള്ള സകല മതങ്ങളും ഒരുപോലെ ഈ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ തന്നെ ഏറ്റവും അധികം നെട്ടിച്ച, ലോകത്തെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 5-ൽ താഴെ വരും ഈ മനുഷ്യന്റെ സ്ഥാനം. സർ ഐസക് ന്യൂട്ടൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ എത്രത്തോളം ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ അതിൽ 5-ൽ താഴെ വരും ഈ മനുഷ്യന്റെ സ്ഥാനം. ഇദ്ദേഹത്തിന്റെ ഒരു തിയറി എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, സമാനമായ മെറ്റീരിയലിനെ ആകർഷിക്കുന്നു. എല്ലാവർക്കും അറിയാം. ആപ്പിൾ തലയിൽ വീണപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല എന്ന് ചിന്തിച്ച ഇന്നത്തെ സകല സയന്റിസ്റ്റുകളുടെയും ഒരു കുലപതിയായിട്ടുള്ള സർ ഐസക് ന്യൂട്ടൻ പറയുന്നത് സമാനമായ മെറ്റീരിയൽ സമാനമായതിനെ ആകർഷിക്കും എന്നതാണ്. അപ്പൊ ചില ആളുകളുടെ ഒരു വിശ്വാസം എന്താ ചോദിക്കുകയാണെങ്കിൽ, സമാനമായ മെറ്റീരിയൽ അല്ലേ ആകർഷിക്കുക? അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ ഫീലിംഗ് അതൊന്നും മെറ്റീരിയൽ അല്ലല്ലോ. അതുകൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് എന്താ പറയാ, ഈ സംഭവം ആകർഷണ നിയമവുമായിട്ട് എന്ത് ബന്ധം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആധുനിക കാലഘട്ടത്തിൽ ആകർഷണ നിയമത്തെക്കുറിച്ച് അതിശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ ചിന്തകളെ കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ഒരു അനലൈസേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല. ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെയല്ല, അത് പൂർണ്ണമായും ഒരു വസ്തുവാണ്. ചിന്തകൾ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ് എന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ അതിനൊരു ജീവനുണ്ട്, അതിന് പവർ ഉണ്ട് എന്ന രൂപത്തിലോട്ട് ആധുനിക ശാസ്ത്രം കടന്നു വരികയാണ്. അപ്പൊ ഞാൻ പറയുന്നത് സർ ഐസക് ന്യൂട്ടന്റെ ഈ ഒരു തിയറി അനുസരിച്ച് സമാനമായതിനെ ആകർഷിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ അതേ ഒരു സ്ലൈഡ്. അത് തന്നെ ഞാനൊന്ന് ആവർത്തിക്കാം, കാരണം കുറെ ആളുകൾ പങ്കെടുക്കാത്തവരുണ്ട്. ആകർഷണ നിയമം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സർക്കംസ്റ്റാൻസസും നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത് വന്ന പീപ്പിൾ, അത് നല്ലവരാവട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാവട്ടെ, നമ്മളെ ദ്രോഹിക്കുന്നവരാവട്ടെ, ഇവരെ എല്ലാം നമ്മളായിട്ട് അടുപ്പിച്ചവരാണ്. ഇവരൊന്നും വെറുതെ വന്നതല്ല, നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ട് വന്നതാണ്. എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഡൊമിനേറ്റഡ് തോട്ട്, നമ്മൾ എല്ലാ ദിവസവും ചിന്തിക്കുന്ന ചിന്തയിൽ ഉയർന്നു നിൽക്കുന്നത്, ദൈവമേ ഞാൻ കുടുങ്ങിപ്പോകുവോ, എന്നെ ആരെങ്കിലും വഞ്ചിക്കുവോ, എന്റെ കഥ കഴിഞ്ഞോ, ഞാൻ ട്രാപ്പിൽ പെട്ടുപോകുമോ. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോകുമോ അതൊരു കമാൻഡാണ്. അതായത് അതിന്റെ ശരിക്കുള്ള അർത്ഥം, നിങ്ങൾ ട്രാപ്പിൽ പെടാൻ വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനോട് കമാൻഡ് കൊടുക്കുന്നത് പോലെയാണ്. അപ്പോ നിങ്ങളെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി വന്ന ആളെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ രോഗിയുടെ ഡൊമിനേറ്റഡ് തോട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, ഈ രോഗിയുടെ ഡൊമിനേറ്റഡ് തോട്ട് തന്റെ രോഗത്തെ കുറിച്ച് തന്നെയാണ്. എപ്പോഴും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ രോഗം, തന്റെ രോഗം, തന്റെ രോഗം, തന്റെ അസുഖം, തന്റെ അസുഖം, ഇത് മാറുമോ, ഞാൻ മരിച്ചു പോകുമോ, ഇത് കൂടുമോ, ഇത് തന്നെയാണ്. ഒരു ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിന്ത എന്റെ രോഗം, എന്റെ ഷുഗർ രോഗം, ഞാനൊരു നിത്യരോഗിയായില്ല. ഇങ്ങനെയാണ് അവരുടെ ഡൊമിനേറ്റഡ് തോട്ടും അവരുടെ ഫീലിങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തന്നെ അട്രാക്ട് ചെയ്തു കൊണ്ടുവരുന്നു, ഒരു സംശയവും വിഷയത്തിലില്ല. അപ്പൊ ഈ കോഴ്സ് തെറ്റല്ല. നമ്മുടെ ചിന്തകളിൽ ഡൊമിനേറ്റ് ആയത് എന്താണോ അത് ആകർഷിക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തതാണ്, പക്ഷെ പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ ഓടിച്ചു പറയാം. പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടത് ഒരുപാട് ധനമാണ്, സമ്പത്താണ് വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ സമ്പന്നതയുടെ ചിത്രങ്ങളുണ്ടോ, സമ്പന്നതയുടെ ചിന്തയുണ്ടോ, സമ്പന്നതയുടെ ഫീലിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ വിചാരിക്കും കരീം സാർ ഇത് അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അതെ, അങ്ങനെ നിൽക്കാൻ പറ്റൂ. മറ്റൊരു രൂപത്തിൽ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഈ രൂപത്തിൽ നിൽക്കാൻ പറ്റും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവരോട് പോയി പറയാൻ നിങ്ങളൊന്ന് ഉഷാറായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, ഒരുപാട് പണത്തെ സ്വപ്നം കാണൂ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മൺകലക്കാരന്റെ സ്വപ്നം പോലെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല, സ്വമേധയ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഇല്ലാതെ, ചിന്തകളിൽ മാറ്റം വരുത്താതെ അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അവരെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും കരീം സാർ ഇയാൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൾക്കാർ എങ്ങനെ തന്നെയല്ലേ, പാവപ്പെട്ടവർ എപ്പോഴും ഇല്ലായ്മയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെയല്ലേ എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക. അത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുക. ഇല്ലാത്തവൻ തനിക്ക് ഇല്ല 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 എന്നേ ചിന്തിക്കും. അപ്പൊ അയാളുടെ ഡൊമിനേറ്റഡ് ഫീലിംഗ് എന്താണ്, അദ്ദേഹത്തിന്റെ ഡൊമിനേറ്റഡ് ചിന്ത എന്താണ് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, പണമില്ല, പാവപ്പെട്ടവനാണ്, നമ്മൾ പണക്കാർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മൾ പാവങ്ങളാണ്. പക്ഷെ ഇയാൾക്ക് വേണ്ടത് അതാണോ? വേണ്ടത് അതല്ല. വേണ്ടത് പണമാണ്, വേണ്ടത് സമൃദ്ധിയാണ്. പക്ഷെ ഡൊമിനേറ്റഡ് മറ്റതാണ്. ഏത്? പോവർട്ടിയാണ്. അതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് സമാധാനമാണ്. പക്ഷെ ഒരു സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവര് ചിന്തിക്കുന്ന എനിക്കൊരിക്കലും സമാധാനം കിട്ടൂല, ഞാൻ ഇമാതിരി ഈ രൂപത്തിൽ ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? അത് നടക്കുന്ന കാര്യമല്ല. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് ഈ പ്രശ്നം, അയ്യോ ഇത് മാറുമോ, എന്തൊരു അസ്വസ്ഥത, എന്തൊരു സമാധാനക്കേട്, എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ, എന്താണ് എനിക്ക് ഈ ദുർഗതി വന്നത്? ഈ മനുഷ്യൻ എന്താ ചിന്തിക്കുക? ഇയാൾക്ക് വേണ്ടത് സമാധാനമാണ്. പക്ഷെ ഇയാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? ഇയാൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോ ഇവിടെ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒന്ന് പ്രതികരിച്ച്, ഇവിടെ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതായത് ഡൊമിനേറ്റഡ് ചിന്തയും ഡൊമിനേറ്റഡ് ഫീലിംഗുമാണ് ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് വരിക എന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ മുഴുവൻ ഗുരുക്കന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇത് പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമൊന്നുമല്ല. ജീവിതം മാറ്റിമറിക്കുവാൻ, ലൈഫിനെ മുച്ചൂടം പുതിയൊരു ലെവലിലോട്ട് കൊണ്ടുപോകുവാൻ നിസ്തർക്കം ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ സാധ്യമാണ്. ഒരു സംശയമില്ല. ഇതിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ലാത്ത ആൾക്കാര്, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടം കൊണ്ടുവന്ന് അവർ സമാധാനത്തിനാണെങ്കിൽ അവർ ഈ വിഷയത്തെ കുറിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, സംശയമൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ. അവര് ലോ ഓഫ് അട്രാക്ഷനെ ചീത്ത പറയുകയോ കുറ്റം പറയുകയോ ചെയ്യും. എന്നാൽ അവർക്ക് ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി എന്ന് പറയാൻ അവർക്ക് അവകാശപ്പെടാൻ അവർക്ക് പറ്റുമോ? അവർക്ക് പറ്റൂല, അതവർക്ക് പറ്റില്ല. അവർ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും തന്നെയാണ് ഉണ്ടാവുക. അപ്പോ അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായത്. അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ്, ലോക പ്രശസ്തമായ ഒരു കോഴ്സാണ്, എല്ലാവർക്കും അറിയാം. വാട്ട് യു തിങ്ക് സ്റ്റാർട്ട്സ് എ വൈബ്രേഷൻ. എന്ത് ചിന്തിക്കുമ്പോഴും ഒരു തരംഗം ഉണ്ടാവും. ആ തരംഗം നിങ്ങളെ ഫീലിങ്ങിനെ
നിങ്ങൾ വൈകാരികതയെ ഉണർത്തും. ഈ വൈകാരികത അതനുസരിച്ചുള്ള ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നതാണ് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട ലോക പ്രശസ്തമായ റിപ്പോർട്ട്. അപ്പൊ അസുഖമായി കിടക്കുന്ന ആൾക്കാർ അയാൾ ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നത്? എന്റെ അസുഖം മാറുമോ? ഞാൻ മരിച്ചു പോവോ? അതേപോലെ തന്നെ എന്താ പറയാ, ഒരു പാവപ്പെട്ടവൻ എപ്പോഴും ചിന്തിക്കുക എന്റെ കയ്യിൽ പണമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നു. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. എന്താ വൈബ്രേഷൻ? സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ദുഃഖം കൂടാനുള്ള സംഭവങ്ങൾ റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ്. ഈ കോഡ്സിനൊന്നും ഒരു തെറ്റുമില്ല. കോഡ്സിനൊന്നും ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. കോഡ്സ് ഒക്കെ കറക്റ്റാണ്. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കോഡ്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കുന്ന 1989 പൗലോ കോയ്ലോയുടെ അൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന കൃതിയാണ് ലോക പ്രശസ്തമായിട്ട് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഒരുപാട് ട്രെയിനർമാരും ഒരുപാട് ആളുകൾ അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് വളർന്നു വന്നത്. അതേപോലെ തന്നെ 2005-ലോ 2006-ലോ റോണ്ട ബേണിന്റെ ദ സീക്രട്ട് എന്ന പുസ്തകം, ഇതൊക്കെയാണ് ലോക പ്രശസ്തമായിട്ട് ആകർഷണ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ. അതിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, സർ, ആകർഷണ നിയമമൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യം സംശയമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എനിക്കത് വിശ്വാസമല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല. അത് തന്നെ പ്രശ്നം. ഒരു സംഭവം വിശ്വസിക്കുന്നത് അനുഭവിക്കണ്ടേ മൈ ഡിയർ ഫ്രണ്ട്സ്? അപ്പൊ യെസ്, ഇതിലോട്ട് പോവാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, പൗലോ കോയ്ലോയുടെ ആ പുസ്തകത്തിലൊക്കെ പറഞ്ഞ അതേ സംഭവം, when you truly want something and go after it without limiting yourself. എന്തെങ്കിലും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും സ്വയത്തെ ഒരു പരിമിതമായി ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന രൂപത്തിലുള്ള ഒരു പരിമിതി സ്വയത്തിന് കൊടുക്കാതെ, സ്വയം അവിശ്വസിക്കാതെ, പേടി കൂടാതെ അതിന്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്കത് കിട്ടും. ഇതാണ് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു കോഴ്സ്. ഇതും ശരിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് പേടിയുണ്ടാവും. നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല എന്ന വിശ്വാസം ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടത് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ കോഡ്സിന് യാതൊരു തകരാറില്ല. നേരെ മറിച്ചിട്ട് ഒരാൾ ചിന്തിക്കുന്നു, സത്യസന്ധമായി ചിന്തിക്കുന്നു, അയാൾ നിർഭയനാകുന്നു, അയാൾക്ക് ഈ ലോ അറിയാം, അയാൾക്ക് പ്രവർത്തിക്കുന്നു, അയാൾക്കത് കിട്ടുന്നു. പക്ഷേ ഇത് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, 95% ലോക ജനസംഖ്യയിൽ 95%വും എന്താണ്? അവർക്ക് വേണ്ടത് ഒന്ന്, അവർ ചിന്തിക്കുന്നതും ഫീലിംഗ് ചെയ്യുന്നതും വേണ്ടാത്തതും. അവർക്ക് വേണ്ടതൊരു കാര്യം, പക്ഷെ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടാത്തത്. ഇതാണ് പഠനങ്ങൾ പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, can you understand? Yes or no? Please type yes or no. Can you understand? ഇതാണ് പരമമായ യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്ഥിരമായി ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ട്രില്യൺ കണക്കിനുള്ള ന്യൂറോൺസുകൾ പരസ്പരം കണക്റ്റഡ് ആവും. അതായത് പരസ്പരം കണക്റ്റഡ് ആവും. അങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇതാണ് ന്യൂറൽ പാത്ത്. അങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു വഴി ഉണ്ടാകുന്നത്. ഒരു വഴി വെട്ടിത്തെളിക്കുന്നു. ഈ വഴിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വഴിയുടെ പ്രത്യേകത നമ്മൾ ചിന്തിച്ച അതേ രൂപത്തിൽ, ഉദാഹരണമായിട്ട് ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു പാവപ്പെട്ടവനാണ്. അപ്പോ പാവപ്പെട്ടവനാകുന്നതുമായി ബന്ധപ്പെട്ട കുറെ കെമിക്കൽസുകൾ, കുറെ ന്യൂറോൺസുകൾ ആക്ടിവേറ്റ് ആയിട്ട് ഒരു വഴി ഉണ്ടാക്കുന്നു. അയാൾ സ്ഥിരമായി അത് തന്നെ ചിന്തിക്കുമ്പോ ഈ ന്യൂറോൺസുകൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വഴി ശക്തമാവുകയും
അയാൾ കാണുന്നത് മുഴുവൻ ദുരന്തങ്ങളാവുകയും ചെയ്യും. ഏതുപോലെ അത് നമുക്ക് ഞാൻ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതാണ്, എങ്കിലും ആവർത്തിക്കുന്നു. ഒരാൾ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കല്യാണം കഴിക്കണം, ഒരു പെൺകുട്ടിയെ വധുവാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിലോട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറെ ചിന്തകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലേഡീസും, അതായത് അദ്ദേഹം കാണുന്നതിൽ അധികം ആളുകളും കല്യാണം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികളായിരിക്കും. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ ബ്രെയിനിന് കാണിച്ചു കൊടുക്കുന്നത്, ബ്രെയിനിൽ ഏറ്റവും ഡൊമിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ കാണിച്ചു കൊടുക്കുക. ഒരാൾ ഒരു ഷിഫ്റ്റ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ 5 സെൻസിലൂടെ ബാക്കിയുള്ള ഹുണ്ടായുടെ വണ്ടിയോ അതല്ലെങ്കിൽ ടൊയോട്ടോയുടെ വണ്ടിയോ ബെൻസോ ഇതൊന്നും 5 സെൻസ് കാണിക്കില്ല. ബ്രെയിനിൽ ഇങ്ങനെ ഒരു വരമ്പുണ്ട്. ഏത്? ഷിഫ്റ്റ് കാറുമായി ബന്ധപ്പെട്ട ഒരു വരമ്പുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഷിഫ്റ്റ് കാർ മാത്രം ടോർച്ച് ചെയ്ത് കാണും, തലങ്ങും വിലങ്ങും ഇത് തന്നെ പോകുന്നതായിട്ട് കാണും. അത് ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയോ? ഇത് അവര് കുറച്ചിങ്ങനെ ആളുകൾ ഇങ്ങനെ നോക്കും, ഇങ്ങനെ കാണും, ഓ ഉഷാർ ഉഷാർ ഉഷാർ, ഓ ഞാൻ വിചാരിച്ചത് കണ്ടു, പിന്നെ അതങ്ങ് വിട്ടേക്കും. അങ്ങനെ വിട്ടേക്കുമ്പോ പിന്നെ എന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവര്? അവിടെ ആ ന്യൂറോൺസുകളൊക്കെ പിന്നെ ഡിആക്റ്റീവ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം അവിടെ തന്നെ പൊരിഞ്ഞു പോകുന്നു. എന്നാൽ ഒരു 5-6 മാസമൊക്കെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കാറിനെ മാത്രം നമ്മൾ സോർട്ട് ചെയ്ത് കാണുന്നത് പോലെ ഈ കാറ് നമ്മളിലേക്ക് എത്തുവാനുള്ള വഴികളും പിന്നീട് കാണാൻ തുടങ്ങും മനുഷ്യൻ. ആദ്യം നമ്മള് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു വീടുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോ മിക്കവാറും അവർ കാണുന്നത് കാഴ്ച ഇതായിരിക്കും. ഏതും ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ വീടുണ്ടാക്കുന്നത് സിമെന്റ് ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ പണിക്കാര് അത് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കാണുന്നത്. ഭൂരിപക്ഷവും കാണുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ അവരെന്ത് ചിന്തിക്കും? അപ്പൊ തന്നെ എന്ത് ചിന്തിക്കും എന്നറിയോ? ഇപ്പോ സ്വപ്നം, മംഗലക്കാരന്റെ സ്വപ്നം, ഇതൊന്നിപ്പോ നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറയുമ്പോ അതോടുകൂടി ന്യൂറൽ പാത്തുവേ അങ്ങ് ഇല്ലാതെയാകുന്നു. അങ്ങനെ അദ്ദേഹം അത് ഡിസ്ബിലീവ് ചെയ്തു. എനിക്കിതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അയാൾക്ക് പിന്നെ അത് കിട്ടൂല. എന്നാൽ അയാൾ നിരന്തരമായി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീടിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കാണുന്നു, മെറ്റീരിയൽ കാണുന്നു, കുറെ അങ്ങ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മിലേക്ക് എത്തുവാനുള്ള വഴികളും അവർ കണ്ടു. മനസ്സിലായോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു പഴയ ഓല മേഞ്ഞ ഒരു വീട്ടിലേക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അസുഖമായപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ ഒരു വളരെ ഓലമേഞ്ഞൊരു വീട്. അപ്പൊ അദ്ദേഹം അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മനോഹരമായ ഒരു വീടുണ്ടാക്കും, അതിൽ നിങ്ങളെയൊക്കെ ഞാൻ സൽക്കരിക്കും. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞു, കോളേജ് കാലമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ അടുത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ക്ഷണിച്ചപ്പോ അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അന്നൊരു ഓലമേഞ്ഞ വീടായിരുന്നു, ഒരു ഓടൊക്കെ ഇട്ടൊരു നല്ല വീടായിരുന്നു. പക്ഷേ ഞാൻ അത് കണ്ടപ്പോ ഇത്രയും കൊട്ടാരസമായ ഒരു 5000-6000 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഒരു മണിമന്ദിരം അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ സാധിച്ചു. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണും. പക്ഷെ കുറേ ചിന്തിക്കുമ്പോൾ, അല്ല കുറേ കാലം അത് ചിന്തിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ചില ആളുകൾ മസിൽ പിടിച്ച് ചിന്തിക്കും, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല, സംശയമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, വീടുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഒരുപാട് കാലം കൊണ്ടു നടക്കുമ്പോൾ ആ വീട്
നമ്മിലേക്ക് എത്തുവാനുള്ള വഴികളും തെളിഞ്ഞു കാണും എന്നതാണ്. അതാണ് ഈ വഴിയുടെയൊക്കെ ഒരു ചിത്രം ഞാൻ വെച്ച് കാണിച്ചു തരാനുള്ള കാരണം തലച്ചോറ് ഇതിപ്പോ നമ്മളൊരു കുറെ ആളുകൾ ഇങ്ങനെ നടന്നാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പുല്ല് നിറഞ്ഞ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വഴി ഉണ്ടായത്. അതുപോലെ നമ്മൾ സ്ഥിരമായി ചിന്തിക്കുമ്പോൾ ബ്രെയിനിലും ഇതേപോലെ ഒരു പാലം ഉണ്ടാവുകയും അങ്ങനെ ഒരു പാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിനിലെ 5 സെൻസുകൾ കാണിച്ചു തരുന്ന മുഴുവനും ഈ പാലം അല്ലെങ്കിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ ഒരു ഗൗരവം എത്ര ആളുകൾക്ക് മനസ്സിലായി? ഒന്ന് പ്രതികരിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഇതിന്റെ ഒരു ഗൗരവം എത്ര പേർക്ക് മനസ്സിലായി? പ്ലീസ് ടൈപ്പ് യെസ്. എത്ര പേർക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായി പ്രിയപ്പെട്ടവര്? അപ്പൊ നോക്കൂ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ. അപ്പൊ ഈ നെഗറ്റീവായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു റോഡ് നമ്മുടെ ബ്രെയിനിലുണ്ടാവും. എന്ത് സംഭവിക്കും? അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. സിമ്പിൾ. ഒത്തിരി 200-ലധികം ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ടൈപ്പ് ചെയ്ത്, ഒരു ടൈപ്പ് ചെയ്യാൻ പോലും മടിയാൻ പാടില്ല. എല്ലാവരും ടൈപ്പ് ചെയ്ത് പ്ലീസ് ടൈപ്പ്. അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തികളും ഓരോ കംഫർട്ട് സോണിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ പാത്വേ അല്ലെങ്കിൽ ഒരു വരമ്പ്, ഒരു വഴിയുണ്ട്. ആ വഴിയല്ലാതെ പുതിയ വഴി ഉണ്ടാക്കുവാൻ വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. ഒറ്റ വഴി. സ്വാഭാവികമായിട്ടും നമ്മൾ എന്നും പോകുന്ന ഒരു വഴിക്കിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നലെ പോയ വഴിക്കൂടെ ഇന്നും പോയി. നമ്മൾ ഇന്നലെ പോയ അതേ മരം, അതേ വീടുകൾ, അതേ കാഴ്ച, അതേ മുറിഞ്ഞു കിടക്കുന്ന മരം, ഇതല്ലേ കാണും. വേറൊന്നും കാണില്ലല്ലോ. അപ്പൊ അധികം ആളുകളുടെയും പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ, ഒരു പ്രത്യേക സർക്കിളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരോട് പറയാണ്, നിങ്ങൾ ഈ സർക്കിൾ വിട്ടിട്ട്, അതായത് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ സർക്കിളിൽ അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതിലധികം ഒന്നുമില്ല. അതിലൊരു പക്ഷെ അവർക്ക് 15,000 രൂപയാണ് മാസം ലഭിക്കുന്നത്, 10,000 രൂപയാണ് മാസം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ ഈ സർക്കിൾ നിൽക്കുമ്പോൾ അതേ കിട്ടൂ. ഈ സർക്കിളിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരന് കുറെ ദുരന്തങ്ങൾ വരുന്നുണ്ട്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സമൃദ്ധി കിടക്കുന്നത് ആ സർക്കിളിന് പുറത്താണ്. ആ കംഫർട്ട് സോണിന്റെ, അതായത് ഇന്നലെ ഇന്നും ചെയ്ത അതേ കംഫർട്ട് സോണിന്റെ പുറത്താണ് സമാധാനം ഇരിക്കുന്നത്, ശാന്തി ഇരിക്കുന്നത്, സുഖമിരിക്കുന്നത്, സന്തോഷമിരിക്കുന്നത്. അവിടേക്ക് നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകണം. ഇല്ലെങ്കിൽ ഒരേ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നേരത്തെ കണ്ട വഴി കണ്ടില്ലേ, അതേ കാണും. അപ്പോ അതിന് നമ്മൾ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ വഴികൾ തുറക്കും തലയിൽ. പുതിയ ന്യൂറോൺസുകൾ, ന്യൂറൽ പാത്വേ തുറക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്ത പുതിയ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ആദ്യം ഒന്ന് ഫയർ ചെയ്യും ബ്രെയിൻ, കുറെ ആവുമ്പോ അത് വയറാവും. അങ്ങനെ ഒരു വരമ്പുണ്ടാവും. ലൈഫിൽ എന്തും നേടിയെടുക്കാൻ ഈസിയാണ്, ഒരു സംശയവുമില്ല. ഈ പറഞ്ഞതൊക്കെ പച്ച സത്യമാണ്. വേദങ്ങളിലും ഋഷിമാരും മുനിമാരും പ്രവാചകന്മാരും ഇവരൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സംഭവത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ ജീവിതം മാറൂ. അല്ലെങ്കിൽ ഒരേ കംഫോർട്ടിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയാം നമുക്ക്, പക്ഷെ ഒന്നും ചെയ്യില്ല. അതിനേക്കാൾ നന്നാവുക കുറച്ച് കാര്യം അറിയൂ, അത് ചെയ്യലാണ്. മനസ്സിലായല്ലോ? കുറച്ച് കാര്യം അറിയൂ, അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് മതി.
ഒരുപാട് കാര്യം പറഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നേക്കാൾ നന്നാവുക അതാ. അപ്പൊ നമ്മൾ ഇവിടെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അതായത് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ ഡൊമിനേറ്റർ ആയിട്ടുള്ള ചിന്ത അതിലോട്ട് മാറ്റിയാൽ എന്നതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ എന്റെ മനസ്സിലുണ്ട്. വിജയത്തിന്റെ രസതന്ത്രം എന്ന് പറയുന്ന എന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാന് ഈ ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ഈ മഹാമാന്ത്രികന്റെ കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി പോകുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിക്കുകയും ആകെ തളർന്ന് തരിപ്പണമായി ഡോക്ടേഴ്സ് മരണം ഉറപ്പിച്ചു. അവസാനം ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാലത്ത് ഇനി എഴുന്നേറ്റ് നടക്കില്ല. യു ക്യാൻ നെവർ വാക്ക്. ടെൻഷനായി ആദ്യം. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിന് ഈ നല്ല കാലത്ത് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അദ്ദേഹത്തിന് കിട്ടിയ കുറെ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ട്രെയിനിങ്ങുകൾ. ആ ട്രെയിനിങ്ങിൽ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര പ്രശ്നം വന്നാലും, നമുക്ക് നിയന്ത്രിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നാൽ അതിന്റെ പിന്നാലെ പോയി ദുഃഖിച്ച് ടെൻഷൻ അടിച്ച് കളയരുത്. 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. അത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വരികയും അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് നടക്കാൻ കഴിയും, എനിക്ക് നടക്കണം, എനിക്ക് ഇനിയും ജീവിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ സാധാരണ രോഗികൾ ചിന്തിക്കുക എന്തായിരിക്കും? ഓ, എനിക്ക് നടക്കാൻ കഴിയില്ല. അപ്പൊ അതെന്നെ റിപ്പീറ്റ് ചെയ്യും. സാറ് പറഞ്ഞു നടക്കാൻ കഴിയില്ല. ആരെങ്കിലും ഫോൺ വിളിക്കും, ഹലോ, ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. എന്തേ? ഒന്നുമില്ല, ഞാൻ എങ്ങനെ സംഭവിച്ചു, എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അയ്യോ, ആണോ? എന്ത് ചെയ്യാനാ, ദൈവത്തിന്റെ വിധി. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത നടക്കാൻ കഴിയില്ല, ഫീലിംഗ് നടക്കാൻ കഴിയില്ല. അപ്പോ ന്യൂറൽ പാത്വേ നടക്കാൻ കഴിയാത്ത എല്ലാ ദുരന്തങ്ങളും അദ്ദേഹത്തിലോട്ട് അട്രാക്ട് ചെയ്യും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഇയാൾ ചെയ്തു. 6 ആഴ്ചകൾക്കുള്ളിൽ ഇയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് തന്നെ അന്തം വിട്ടുപോയി. ഡോക്ടേഴ്സിനെ മുഴുവൻ വെല്ലുവിളിച്ചു. പിന്നെയും അടിച്ചു പൊളിച്ച് ജീവിതം, അടിപൊളി ലൈഫ്. നല്ല കഴിവുള്ള ആളായിരുന്നു. 2009 അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം എല്ലാവരും തളർത്തിയതുപോലെ ഇയാളെയും തളർത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തുടങ്ങി. അതായത്, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്റെ ലൈഫിൽ അപകടം സംഭവിച്ചതിനേക്കാളും വലിയൊരു അപകടത്തിലാണ് ഇപ്പോൾ വന്നത്. കാരണം ഒരുപാട് ആളുകൾ ക്യാഷ് കൊടുക്കാറുണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട്. എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്ന് മരിച്ചു കളയാം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഹാപ്പിയായി ജീവിക്കുന്നുണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒരു ഉപദേശം തേടി നോക്കൂ എന്ന് പറഞ്ഞപ്പോ, വൈഫ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഉപദേശം കേൾക്കാൻ വേണ്ടി പോയപ്പോ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ട് ഒന്നും ആവശ്യമില്ല, നല്ല കഴിവുണ്ട്. നിങ്ങളെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ തളർന്നു പോയി എന്ന് നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ ഈ അവസ്ഥയിലായി പോയി എന്ന് വിശ്വസിച്ചു. നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ പുതിയ ഒരു വെളിച്ചം നിങ്ങളുടെ ബ്രെയിന് കൊടുക്കണം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് വ്യായാമം ചെയ്യണം, കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം, ഒന്ന് എന്താ പറയാ, കുറേയും കൂടി ജീവിതത്തിന് അടുക്കും ചിട്ടിയൊക്കെ വരുത്തണം എന്ന് പറഞ്ഞപ്പോ ഹാൽ എൽറോഡ് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഞാനൊരു ടെൻഷൻ പറയാൻ വന്നപ്പോ എന്നോട് പുസ്തകം വായിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറഞ്ഞ് എന്നെ അവഹേളിക്കാൻ വേണ്ടി അത് കേൾക്കാൻ വന്നതല്ല ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. ഹാൽ എൽറോഡ് തിരിച്ചു വന്ന് വീട്ടിലെത്തി വൈഫിനോട് പറഞ്ഞു, എടി എന്ത്. അവിടെ പോയപ്പോ അയാളെ കുറെ മതപ്രഭാഷണം കേട്ടെടുക്കും, വേറെ ഒന്നുമില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? വീണ്ടും വിഷാദ രോഗത്തിൽ അഡിക്റ്റായി നിൽക്കുമ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഒന്നും ചെയ്യാനില്ല, ലൈഫിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയുന്നത് കേൾക്കാമോ മൈ ഡിയർ ഫ്രണ്ട്സ്? കേൾക്കുന്നില്ല എന്ന് ചില ആളുകൾ ടൈപ്പ് ചെയ്യുന്നു. കേൾക്കാം. ലൈഫിൽ ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കാരണം എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ? അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്നാൽ എന്റെ സുഹൃത്ത് പറഞ്ഞു, ഭാര്യ പറഞ്ഞ ഉപദേശം കേട്ട് പോയതല്ലേ, എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാനൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വ്യായാമം ചെയ്യാനും അതുപോലെ തന്നെ കുറെ ഒന്ന് ഇന്റേണൽ ഡിസിപ്ലിന് വേണ്ടി
ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത കുറെ വെളിച്ചം അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് പ്രവേശിച്ചു. അന്ന് വരെ ഇല്ലാത്ത ചില ചിന്തകൾ മനസ്സിലൂടെ പലതും കൊള്ളിയാൽ മിന്നാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തോ ഒരു ഉന്മേഷം കയറിയതുപോലെ. അതേപോലെ തന്നെ കുറച്ച് ഓർഡറുകൾ കിട്ടുകയും ഫിനാൻഷ്യലി കുറച്ച് പണമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്ത് കഥ? അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ചു കയറി മിടുക്കനായ ഹാൽ എൽറോഡ് പിന്നെ കോടീപതിയായി, കോടീശ്വരനായപ്പം അദ്ദേഹം തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ഈ വിജയങ്ങളൊക്കെ ലോകത്തെ എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എൻ്റെ പുസ്തകത്തിൽ ഞാൻ ആ കഥകൾ മുഴുവൻ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം 6 കാര്യങ്ങളിലാണ് ആ സംഭവം സംഗ്രഹിച്ചത്. ഈ 6 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾക്ക് മാറിയ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സവേഴ്സ് എന്ന ഒത്തിരി ആൾക്കാർക്ക് അത് അറിയാം. ഒരുപക്ഷെ ഈ പുസ്തകം വായിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഏതായാലും കൊള്ളാം, അറിയാം, പക്ഷെ ഒന്നും ചെയ്യൂല. അതാ രസം. എല്ലാം അറിയാം, അറിയാത്ത ആൾക്കാരൊന്നുമില്ല, എല്ലാം അറിയാം. മനസ്സിലായില്ല? അറിവിന് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രവർത്തിക്കേ കുറവുണ്ടാവും. അപ്പോ അതിൽ ആദ്യത്തെ കാര്യം അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും രാവിലെ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് നിൽക്കണം. അപ്പോഴേ നമ്മുടെ ശക്തി നമുക്ക് യോജിച്ച് നമ്മുടെ തലച്ചോറ് ശക്തമാവുകയുള്ളൂ എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോ അതിന്റെ ഫലമായി അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ കുറച്ചു നേരം ധ്യാനം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അദ്ദേഹം അതിന്റെ കുറേ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ധ്യാനം ചെയ്യണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എത്ര ആളുകൾ, ഇന്ന് ഞാൻ അടുത്തൊരു ടെക്നിക്ക് ഞാൻ പറയും, എത്ര ആളുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയം വരിച്ച ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? ടൈപ്പ് യെസ് അല്ലെങ്കിൽ ടൈപ്പ് മീ, ME എന്നടിച്ചാൽ മതി. ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണ്. ഒന്നടിച്ചാൽ മതി. ഐ ആം റെഡി ടു ഡു മെഡിറ്റേറ്റ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ റെഡിയാണ്. ടൈപ്പ് 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 ടൈപ്പ്. വെരി ഗുഡ്. ശരി, എല്ലാ ദിവസവും ഇത് ചെയ്യണം. അദ്ദേഹം പറയുന്നതാണ്, എല്ലാ ദിവസവും ഇത് ചെയ്യണം, എല്ലാ ദിവസവും ഇത് ചെയ്യണം. അപ്പൊ ഹാപ്പി പാർക്ക് അതിനുവേണ്ടി അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ വന്ന ആരെങ്കിലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റും. യെസ്, ഒത്തിരി എല്ലാവരും മീ 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 എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ 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 സന്തോഷം. ചെറിയ കാര്യമില്ല. അതുകൊണ്ട് സാറേ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. മെഡിറ്റേഷന്റെ ലിങ്ക് ഒന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ആര് ഇപ്പോൾ നിലവിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. ചില ആളുകൾ എവിടെ ഗ്രൂപ്പ് വന്നാലും അതിലങ്ങ് പിടിച്ചു കയറും. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇതാണ്, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ച അടുത്തൊരു കാര്യം, അതായത് ഈ സൈലന്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ സൈലന്റ് പ്രാക്ടീസ് ചെയ്യാതെ കഴിഞ്ഞു പോയിട്ടുള്ള അതേ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. തലച്ചോറിൽ പുതിയ സാധനം കൊണ്ടുവരണം. അതിന് എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. സൈലൻസ് പ്രാക്ടീസ്, അതാണ് സെവേഴ്സിലെ ആദ്യത്തെ ലെറ്റർ. S സ്റ്റാൻഡ് ഫോർ സൈലൻസ് ഓർ മെഡിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, എത്ര പേർ അത് ചെയ്യാൻ വില്ലിങ് ആണ്? ഒന്ന് ടൈപ്പ് ചെയ്ത്. എത്ര ആളുകൾ? ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നു. അദ്ദേഹം ലൈഫിൽ പകർത്തണമെന്ന് ലോക ജനതയോട്
ഉദ്ഘോഷിച്ച രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഒത്തിരി ആൾക്കാർക്ക് ഇതറിയാം. യെസ്, അത് മറ്റൊന്നുമല്ല, എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മുടെ കൂടെ ചില മന്ത്രങ്ങൾ വേണം. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചില വാചകങ്ങൾ ഒന്നെന്നെ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരേ സെറ്റ് മന്ത്രാസ്, അതിനാണ് അഫർമേഷൻ എന്ന് പറയും. അഫർമേഷൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് അഫർമേഷൻസുകൾ നിങ്ങൾക്ക് നൽകാം. ഇത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എല്ലാ ദിവസവും കിടക്കാൻ സമയത്തും ഉണർന്ന ഉടനെയുമൊക്കെ ഈ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിൽ വരുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ അഫർമേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഡിറ്റേഷൻ ആണ് ചെയ്തത്. ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചാണ് ഹാപ്പി പാർക്ക് മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാം, അതിൽ ധ്യാനം ഉണ്ടാവും, അതിന് കൂടെ അഫർമേഷൻസ് കൊടുക്കും. അപ്പൊ ഇനി ജോലിക്കൊക്കെ പോകുന്ന, ഞാൻ മനസ്സിലാക്കുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ പ്രോഗ്രാംസിലൊക്കെ വരുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ പുറത്താ ഉള്ളത്. അതായത് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റാത്ത കുറേ ആളുകൾ. സോ അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മൾ എല്ലാ ദിവസവും, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിംഗും എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു, ഞാൻ വിജയം അർഹിക്കുന്നു. ഒരു അഫർമേഷനാണ്. ഞാൻ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ വിജയം അർഹിക്കുന്നു. അഫർമേഷൻ നമ്പർ 1. ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു, ഞാൻ വിജയം അർഹിക്കുന്നു, വിജയം എന്റെ കൂടെയുണ്ട്. ഈ 3 എണ്ണം. ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു, ഞാൻ വിജയം അർഹിക്കുന്നു, വിജയം എന്റെ കൂടെയുണ്ട്. ഇത് എല്ലാ ദിവസവും പറഞ്ഞ് വിജയം വിജയം വിജയം, ന്യൂറൽ പാത്വേ പുതിയതുണ്ടാവും നമുക്ക്. മനസ്സിലായില്ലേ? ന്യൂറൽ പാത്വേ പുതിയതുണ്ടാവും. അതുപോലെ തന്നെ I now receive my good from expected and unexpected sources. ഞാൻ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ വഴിയിലൂടെ ഇപ്പോൾ ഞാൻ നന്മ സ്വീകരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ വഴിയിലൂടെ. I love myself. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. I respect myself. ഞാൻ എന്നെ ആദരിക്കുന്നു. അപ്പൊ ഞാനൊരു 4 അഫർമേഷൻസിനാ തന്നത്. നിങ്ങൾ ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഉണർന്ന ഉടനെയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടു. കുറച്ച് ദിവസം, അതായത് ഇത് പറയാൻ നമുക്ക് കഴിയില്ല, കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന്റെ പഴയ സ്വഭാവം പുറത്തോട്ട് വരും. ഇങ്ങനെ ഒരു പരിപാടിയൊന്നും തനിക്കില്ലായിരുന്നു കേട്ടോ, പുതിയതായിട്ട് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ആ സമയം എങ്ങനെയെങ്കിലും തളർന്നിരിക്കുക, വേഗം കിടന്നുറങ്ങിക്കോ. ഇങ്ങനെ ഓരോന്നും പിറുപിറുത്തുകൊണ്ട് കടന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് ആരെന്നെ പറയും? നമ്മുടെ ഉള്ളിലെ ബ്രെയിൻ തന്നെ നമ്മളോട് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ശരിയാണ് കേട്ടാ, എന്തിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അവിടെ ഇപ്പൊ എന്ത് ഗുണമുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. മനസ്സിലായില്ലേ? എന്ത് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പൊ പിന്നെ നിർത്തുകയും ചെയ്യും. അപ്പൊ പിന്നെ ഈ പറഞ്ഞതൊക്കെ നിഷ്ഫലമാവും, പഴയതുപോലെ ലൈഫ് മാറുകയും ചെയ്യും. ഇതിനെ മലയാളം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, 2 ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണം, മറ്റൊന്ന് അഫർമേഷൻ ചെയ്യണം. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ചിത്രം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കളിയല്ല, എന്നെങ്കിലും വെറുതെ ചിന്തിച്ചു കൂട്ടരുത് എന്നും അതേപോലെ തന്നെ ഗൗരവമായ ഒരു കാര്യമാണ് എന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയുള്ള കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, കാരണം ഇനിയുള്ള കാലത്ത് എന്ന് പറയാൻ കാരണം മുമ്പുള്ള കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുമ്പ് ആളുകൾക്ക് ഇത്ര സ്ട്രെസ് ഇല്ലായിരുന്നു, അതായത് പണത്തിന് കുറവുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമദാരിദ്ര്യം തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? ദാരിദ്ര്യമായിരുന്നു. ഫാദറിന് വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ആനന്ദകരമായ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പണമില്ലെങ്കിലും ആ സ്നേഹത്തിനും ആ സൗഹാർദ്ദത്തിനും ഇടയ്ക്കൊക്കെ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിലും, മനസ്സിലായില്ലേ? അതിനർത്ഥം അന്നത്തെ ആളുകൾക്ക് സ്ട്രെസ് കുറവായിരുന്നു. നമ്മളെക്കാളും ഉള്ള ആളുകൾക്കും സ്ട്രെസ് കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഭയങ്കര സ്ട്രെസ്സും ആദിയും വ്യാധിയും മത്സരങ്ങളും ഒക്കെ കൂടിയ കാലത്ത്
ഈ രഹസ്യം നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് ജീവിതശൈലി രോഗം എന്ന് പറയുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇതൊക്കെ നമ്മളെ ബാധിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ ഉണ്ടാവുന്ന മറ്റൊരു ഇഷ്യൂ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി സാരമായി കുറയും, നമ്മുടെ സർഗാത്മകത കുറയും. ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ല, മത്സരത്തിൽ നമ്മൾ തോറ്റുപോകും, നമ്മളൊരു എന്താ പറയാ ഒരു മൂലയിലോട്ട് തള്ളപ്പെടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതിന്റെ പ്രചാരകരാവുക, ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആവുക. ഹാപ്പി പാർക്കിനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതിനെ തളർത്തുവാനോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുവാനോ ശ്രമിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ ശപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. മുഴുവൻ ആളുകളും ഈ ഒരു എന്താ പറയുക, എല്ലാ ദിവസവും ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. അതുപോലെ ഹാപ്പി പാർക്കിന് ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്, ഒത്തിരി കോഴ്സുകളുണ്ട്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു കോഴ്സാണ്. ഈ ന്യൂറൽ പാത്വേ മാറി ലൈഫിൽ ഒത്തിരി പുരോഗതി വന്ന ഒട്ടനവധി ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ബ്രെയിന് നേരത്തെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കോഴ്സുകളൊക്കെ ചെയ്തതിനു ശേഷം അത് അപ്പാടെ മാറി മറിഞ്ഞ ഒരുപാട് 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 ആളുകൾ. മനസ്സിലായോ? ചില ആൾക്കാരോടൊക്കെ നമ്മൾ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവർ ആദ്യം ചിന്തിക്കും, ഇതിനൊക്കെ ഒരുപാട് പണം മുടക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, അതായത് ഒരു പ്രത്യേക റൊട്ടയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക റൊട്ടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്താണ് സമൃദ്ധിയുള്ളത് അവർക്ക് അറിയില്ല. എന്നാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പണം എങ്ങനെയെങ്കിലും അവർ മുടക്കിയത് ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു പണം മുടക്കേണ്ട കാര്യം ഇതിലില്ലതാണ്. പക്ഷെ എന്നാലും ഒരു പുതിയ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു റിസ്ക് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ കടന്നു വരിക. ഇതാണ് ആദ്യമായും അവസാനമായും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഹാപ്പി പാർക്കിന്റെ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നത് 10-60 കോഴ്സുകളായിട്ടുണ്ട്. ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മള് എന്താ പറയാ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കോഴ്സുകൾ. EFTയുടെ തന്നെ ബേസിക്, അഡ്വാൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. യെസ്, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ആർക്കെങ്കിലും അവരുടെ ലൈഫിൽ ഹാപ്പി പാർക്കിന്റെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതിന്റെ ഫലമായി ജീവിതം മാറിക്കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം, 1-2 ആൾക്ക് സംസാരിക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, അടുത്ത ബുധനാഴ്ച നമ്മൾ സ്പെഷ്യൽ ഡേ ആയിട്ട് ആചരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഡേ അടുത്ത ബുധനാഴ്ച നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ മെസ്സേജ് അയച്ചു കൊടുക്കണം. എല്ലാ സുഹൃത്തുക്കളും ഇതിന്റെ മെസ്സേജ് അയച്ചു കൊടുക്കണം. ആ സ്പെഷ്യൽ ഡേ എന്താ ചോദിക്കുകയാണെങ്കിൽ ഡേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാ അതിന്റെ അർത്ഥം. ഡേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. മരുന്ന് നിർത്തിയ, അതേപോലെ തന്നെ വിസ്മയങ്ങളുടെ കഥകൾ പറയാൻ ഉള്ള, ഒരുപാട് കഥകൾ കേൾക്കുവാനുള്ള ദിവസമാണ്. അതെല്ലാവരും പങ്കെടുക്കുക. സോ 1-2 ആൾക്ക് മൈക്കിൽ വന്നതിന് ശേഷം സംസാരിക്കാം. അതിനുശേഷം നിങ്ങൾ ഡൗട്ട്സോ മറ്റോ ഒക്കെ ക്ലിയർ ചെയ്യാം. അതിനുശേഷം ഒരു കുഞ്ഞു മെഡിറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഞാൻ ആമുഖമായല്ല സാന്ദർഭികമായി പറയുന്നു. സോ എനിവൺ ക്യാൻ കം ടു ദി മൈ പോയിന്റ്. ആർക്കെങ്കിലും ഒരാൾക്ക് അവരുടെ ലൈഫിൽ മാറ്റമുണ്ടായത് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വരാം. പ്ലീസ് കം ടു ദി മൈ പോയിന്റ്. ആർക്കെങ്കിലും വരാം, സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും കോഴ്സോ മറ്റൊക്കെ ചെയ്തതിനു ശേഷം. പേരെന്തായിരുന്നു?
സാർ നമസ്കാരം. മോഹൻ സർ എറണാകുളത്ത് പങ്കെടുത്ത. എറണാകുളത്ത് പങ്കെടുത്തിട്ടുണ്ടോ? പറയൂ സർ. സംസാരിക്കാം. ഹലോ, മോഹൻ കേൾക്കുന്നില്ല, സംസാരിച്ചോളൂ. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആക്കണം സർ. അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യുന്ന അപ്പോഴേ കേൾക്കൂ. നിങ്ങൾ പറഞ്ഞത് കേൾക്കണമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം. ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. ഇതിന് 1 കൊടുത്താല് 10 കിട്ടും എന്നല്ല പറയണ്ടേ, 1 കൊടുത്താൽ 10,000 കിട്ടും. അതാണ് ഹാപ്പി പാർക്കിന്റെ ഓരോ കോഴ്സുകളും ഓരോ ക്ലാസ്സുകളും. കരീം സാറിന് ഒരുപാട് നന്ദി. ചെറിയ മുടക്കിൽ വലിയ ലാഭം കഴിയാവുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്, ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 1000 ദിവസങ്ങൾക്ക് ഇന്നത്തെ ഈ ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും. ശരി, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഞാനെങ്കിലും കോഴ്സുകൾ പങ്കെടുത്ത ആരെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഒന്ന് പറയാം. ഹലോ സാർ. ഓക്കെ, ഞാന് മുഹമ്മദ് ഖാസ് എന്ന് പറയുന്ന ആളാണ്. പറയൂ സർ. സാറിന്റെ ബ്രെയിൻ മാസ്റ്ററി, അതുപോലെ NLP, അതുപോലെ LTC കോഴ്സിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളം ജീവിതത്തിൽ വളരെ വ്യക്തമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പില്ലാത്ത വിധം ധൈര്യം, ആത്മവിശ്വാസം, കോൺഫിഡൻസ് തുടങ്ങിയ കാര്യങ്ങളെ കൂടി സ്വയം നമുക്ക് പര്യാപ്തമായ രീതിയിൽ എന്നെ കൊണ്ട് എല്ലാത്തിനും പറ്റുമെന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാറിന്റെ ക്ലാസ്സിൽ ഉപകരിച്ചിട്ടുണ്ട്. വളരെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഹാപ്പി വർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദിവസം കൊടുക്കുന്ന മെഡിറ്റേഷനൊക്കെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റം വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ആ എനർജിക്കിനെ എന്നെ കൊണ്ട് എന്നുള്ള കാര്യമൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ജീവിതത്തിന് ഉന്നതിയിലേക്ക് പോകാനൊക്കെ വളരെയധികം സാറിന്റെ ക്ലാസ് സഹായിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാറ്റത്തിനൊക്കെ എനിക്ക് സാറിന്റെ ക്ലാസ്സിലൂടെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. ഓക്കെ സാർ. ഓക്കെ, സന്തോഷം. കാസിം സാർ ഇപ്പോ കുറെ മുമ്പല്ലേ കോഴ്സുകളൊക്കെ ചെയ്ത്? ഈ അടുത്ത് ഏതെങ്കിലും കോഴ്സുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, വളരെ തിരക്കാണ് സാർ, ബിസിയാണ്, ഒന്നിനും ടൈമില്ല. അപ്പൊ എല്ലാ ടൈമില് ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളൂ. ഓക്കെ, ഫ്രീ മുമ്പ് ചെയ്തിട്ട് പോലും അതിന്റെ മാറ്റമാണ് നിങ്ങൾ പറയുന്നത്. ചില ആൾക്കാർ പറയും കോഴ്സ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ. അങ്ങനെയല്ല ഇത്. സാർ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പാണ് നമ്മുടെ കോഴ്സ് ഒക്കെ ചെയ്തത്. ഇപ്പോഴും സാറിന് മാറ്റം പെർമനന്റ് ആയി തുടരുന്നു. യെസ് ഓർ നോ? യെസ് സാർ. നമ്മള് സാധനം കിട്ടിയില്ല, അതായത് നമ്മൾ ആ കിട്ടിയത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതിന് മാറ്റം വരിക. നമ്മൾ കുറച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ കോൺഫിഡൻസ്, നമ്മളെ ഊർജ്ജം നില മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുക. എന്നും സാറിന്റെ ക്ലാസ്സിന്റെ ഊർജ്ജം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇന്നും അതിന്റെ ഓരോരോ ടെക്നിക്ക് ഇപ്പോഴും ജീവിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കയ്യിൽ കിട്ടിയോണ്ട് മാത്രം കാര്യമല്ല സാറേ, അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും നമുക്ക് തൻ്റെടൊക്കെ നമുക്ക് കഴിവൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഓക്കെ, വളരെ വളരെ സന്തോഷം. അതിന് കൂടെ തന്നെ ഞാൻ മറ്റൊരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ പറയാനുണ്ട്. അതേപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാര്, താല്പര്യമുള്ള ആൾക്കാർ മുഴുവനും ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. എല്ലാവരും ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യാം. അതേപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അതേപോലെ മറ്റൊരു കാര്യം, നമ്മുടെ എന്താ പറയാ, ഹാപ്പി പാർക്കിന്റെ ഒരു പ്രോഗ്രാം കണ്ണൂര് വെച്ച് നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമില് ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നതാണ് ആദ്യമായി പറയുവാനുള്ളത്. പരമാവധി നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക. എത്ര ആളുകൾ കണ്ണൂരുകാർ ഈ പ്രോഗ്രാമിലുണ്ട് അത് ഞാൻ
ഒന്ന് പറഞ്ഞേ, എത്ര ആളുകൾ കണ്ണൂരുകാർ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു? എടാ